നമസ്കാരം. ഒരു 50-60 വയസ്സിന് ശേഷം വളരെയധികം ചുറുചുറുക്കോടെയും ഊർജ്ജസ്വലതയോടെയും ദഹനശക്തി വർദ്ധിപ്പിച്ചുമൊക്കെ തന്നെ രോഗവിമുക്തമായിട്ടുള്ള ഒരു ശരീരം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണ് ഇന്നത്തേത്. ഇനി വെറും വയറിൽ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ കുടിക്കുന്ന പാനീയം അത് നമ്മുടെ ശരീരത്തെ എങ്ങനെ സുഖപ്പെടുത്തുന്നു അല്ലെങ്കിൽ എന്തെല്ലാം ഗുണങ്ങൾ തരുന്നു എന്നുള്ളതെല്ലാം അറിയാനും ഓരോ പ്രകൃതിക്കാർക്കും ഏതെല്ലാം രീതിയിലുള്ള പാനീയങ്ങൾ എങ്ങനെയൊക്കെ തയ്യാറാക്കണം, എപ്പോൾ കുടിക്കണം എന്നുള്ളതെല്ലാം കൃത്യമായിട്ടുള്ള വിവരണം ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ വീഡിയോ എങ്ങനെ എപ്പോൾ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കുക. ഞാൻ ഡോക്ടർ സജിത ആദേജി. ആയുർവേദം ആരോഗ്യത്തെ ഒരു ഒറ്റ പാനീയത്തിലോ ഒരു ഔഷധത്തിലോ ഒന്നും ചുരുക്കുന്നില്ല. പകരം ആഹാരം എപ്പോൾ കഴിക്കുന്നു, എത്ര കഴിക്കുന്നു, മുൻപ് കഴിച്ചത് ദഹിച്ചിട്ടുണ്ടോ, വിശപ്പ് ശരിയായിട്ടുണ്ടോ, ഉറക്കവും ദിനചര്യവും എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഏറെ പ്രാധാന്യം നൽകുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ടത് ആയുർവേദത്തിലെ ദഹന ശേഷിയെ അഗ്നി എന്ന ആശയത്തിലൂടെയാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ എല്ലാവരും ഒരേ തരത്തിലുള്ള കഷായമോ ഔഷധ വെള്ളമോ കുടിക്കണം എന്നൊരു യൂണിവേഴ്സൽ റൂളൊന്നും ആയുർവേദത്തിലില്ല. നമ്മുടെ പ്രകൃതി, ദഹനശേഷി, വിശപ്പ്, കാലാവസ്ഥ, വയസ്സ്, ആരോഗ്യസ്ഥിതി എന്നിവ പരിഗണിച്ചാണ് ഇത് തീരുമാനിക്കുന്നത്. ഉദ്ഗാരശുദ്ധി രുത്സാഹോ വേഗോത്സർഗോ യഥോചിത് ലഘുത ക്ഷുത് പിപ്പാസാജ ജീർണാഹരസ്യ ലക്ഷണം. ഇത് ശരീരത്തിന് ലഘുത്വം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള വിശപ്പ്, ദാഹം, ഉത്സാഹം, സ്വാഭാവികമായ മലമൂത്ര വിസർജനം, മുൻഭക്ഷണത്തിന്റെ രുചിയില്ലാത്ത ശുദ്ധമായിട്ടുള്ള ഏമ്പക്കം എന്നിവയാണ് മുൻപ് കഴിച്ച ആഹാരം ദഹിച്ചതിൻ്റെ സൂചനകളായിട്ട് ആയുർവേദത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ മീലും തിരഞ്ഞെടുക്കാൻ. ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മളെപ്പോഴും ദഹനം ശരിയായിട്ട് കൊണ്ട് നടന്നാൽ തന്നെ നമ്മുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും മാറ്റാനായിട്ട് ഇത് സഹായിക്കും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹൃദയാരോഗ്യം, മാനസികവും ഭൗതികവുമായ ആരോഗ്യം, പേശികളുടെ ശക്തി, എല്ലിൻ്റെ ആരോഗ്യം, നല്ല പോഷണം, നല്ല ഉറക്കം, സ്വതന്ത്രമായി നടക്കാനും ദൈനംദിന കാര്യങ്ങൾ ചെയ്യാനുമുള്ള ശേഷി, ഇവ കഴിയുന്നത്ര സംരക്ഷിക്കുന്നതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു വാർദ്ധക്യത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇത്തരം ഡ്രിങ്കുകൾ നിങ്ങളെ ഏറെ ഹെൽപ്പ് ചെയ്യും. ഇതൊരു 30-25 വയസ്സിന് ശേഷമൊക്കെ തന്നെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം നമ്മുടെ ദഹനശേഷിയിലൊക്കെ വ്യത്യാസം വരും ഒരു 30-35 ശേഷമൊക്കെ. സ്ത്രീകളിലാണെങ്കിൽ പെരിമോനോപോസൽ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനൊക്കെ തന്നെ ബോഡിയിൽ ഹീറ്റ് കൂടുന്നതും അതൊക്കെ അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. അതിനെയൊക്കെ കുറയ്ക്കുന്ന രീതിയിലും പല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള നമ്മുടെ മെറ്റബോളിസത്തിനെ തന്നെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പാനീയങ്ങളാണ് ഇവയൊക്കെ തന്നെ. അപ്പോൾ ഓരോ പ്രകൃതിക്കാർക്കും ഇത് എങ്ങനെ ഉണ്ടാക്കണം, ഏതൊക്കെ ഉപയോഗിക്കണം, എല്ലാവർക്കും എല്ലാം ചെയ്യുന്നത് നല്ലതല്ല. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാം. ആരോഗ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാവുന്നതല്ല, അത് നമ്മൾ ഓരോ ദിവസവും ശീലിക്കുന്ന പ്രവൃത്തികളിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇനി നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ചായയോ കോഫിയോ ഏതെങ്കിലും ഹെർബൽ ഡ്രിങ്കോ എന്താണ് കുടിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. അതുപോലെ നിങ്ങളുടെ പ്രകൃതി ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ടിപ്പ് കൂടെ പറയുന്നുണ്ട്. അങ്ങനെ പ്രകൃതി മനസ്സിലാക്കി അത് ഏതാണെന്നും കൂടെ പറഞ്ഞാൽ നിങ്ങളുടെ ആരോഗ്യത്തിന് അത് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത് റിപ്ലൈ തരാവുന്നതാണ്. ശരീരഘടനയെ കുറിച്ചാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ വാതപ്രകൃതിക്കാർ വളരെ മെലിഞ്ഞതും പിത്തപ്രകൃതിക്കാർക്കും തന്നെ ഒരു മിതമായ തടിയായിരിക്കും. പ്രകൃതിക്കാർക്ക് അത്യാവശ്യം ദൃഢമായിട്ടുള്ള ഒരു ശരീരഘടനയായിരിക്കും. ചർമ്മമാണെങ്കിൽ വാതക്കാർ വരണ്ടതായിരിക്കും. പിത്തത്തിൽ കുറച്ച് ചൂടും കുറച്ച് സെൻസിറ്റീവും ഒക്കെ ഉള്ളതായിരിക്കും. കഫപ്രകൃതിക്കാരോ മൃദുവായിട്ടുള്ളതും ഒരു എണ്ണമയമുള്ളതും അതായത് ഓയിലി സ്കിന്നുകാരും ആയിരിക്കും. ഇനി മുടിയുടെ കാര്യമാണെങ്കിൽ വാതയിൽ വളരെ വരണ്ടതും ആയിട്ടുള്ള മുടിയിഴകളും, പിത്തപ്രകൃതിക്കാർക്കാണെങ്കിൽ നേർത്തത് പെട്ടെന്ന് നരയ്ക്കുന്നതൊക്കെ ആയിട്ടുള്ള മുടിയും, കഫത്തിൽ കട്ടിയുള്ളതും അല്ലെങ്കിൽ നല്ല എണ്ണമയമുള്ള സിൽക്കി ആയിട്ടുള്ള നല്ല ഹെയറും ആയിരിക്കും. ഇനി നമ്മുടെ വിശപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വാതപ്രകൃതിക്കാർക്ക് മാറി മാറി വരാം. പിത്തപ്രകൃതിക്കാർക്ക് വളരെ ശക്തമായിട്ടുള്ള ദഹനമായിരിക്കും. അതുപോലെ തന്നെ കഫത്തിൽ സ്ഥിരമായിട്ട് പക്ഷെ കുറച്ച് മന്ദഗതിയിലുള്ള ദഹനശക്തിയായിരിക്കും അവർക്ക് വിശപ്പ്. ഇനി അതുപോലെ കാലാവസ്ഥയാണെങ്കിലും തണുപ്പ് കുറച്ച് ബുദ്ധിമുട്ടാണ് വാതപ്രകൃതിക്കാർക്ക്. അതുപോലെ തന്നെ ചൂട് കുറച്ച് ബുദ്ധിമുട്ടാണ് പിത്തത്തിൽ. ഇനി തണുപ്പും അല്ലെങ്കിൽ ഈർപ്പവും തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ് കഫപ്രകൃതിയിലുള്ളവർക്ക്. ഇനി ശരീരത്തിൽ പ്രവർത്തനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറച്ച് വേഗം കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ റെസ്റ്റ്ലെസ് ആയിട്ടിരിക്കുന്നവരായിരിക്കും വാതദോഷമുള്ളവർ. അതുപോലെ തന്നെ പിത്തത്തിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ടും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും അവർക്ക്. ഇനി കഫത്തിലാണെങ്കിൽ വളരെ ശാന്തമായിട്ടുള്ളതും വളരെ സ്ഥിരതയുള്ളവരുമായിരിക്കും കഫപ്രകൃതിക്കാരുടെ കാര്യങ്ങളൊക്കെ. ഇനി ഉറക്കത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ
വാതക്കാർക്ക് കുറച്ച് കുറവാണ്, പിത്തത്തിലും തന്നെ കുറവാണ്, ഒരു മിതമായിട്ടുള്ള രീതിയിലായിരിക്കും. കഫപ്രകൃതിക്കാർ കുറച്ച് ദീർഘനേരം ഉറങ്ങും, അല്ലെങ്കിൽ വളരെ ഗാഢമായിട്ടുള്ള നിദ്രയിൽ ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ശരിയായ ആഹാരം, ശരിയായിട്ടുള്ള ആഹാരത്തിൻ്റെ അളവ്, കഴിക്കേണ്ട സമയം, അല്ലെങ്കിൽ നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ദിനചര്യ, ശരിയായിട്ടുള്ള ഉറക്കം, ഇതൊക്കെ പാലിക്കുന്നത് നമുക്ക് ഏത് പ്രായത്തിലും ആരോഗ്യത്തോടെ ഇരുത്താൻ സഹായിക്കുന്ന ടിപ്പുകളായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പ്രകൃതി എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കി തന്നത്. ഇനി ഈ പ്രകൃതിയിലുള്ളവർ തന്നെ ഏതെല്ലാം ഡ്രിങ്കുകൾ ഉപയോഗിക്കാം, വാതമായാലും പിത്തമായാലും കഫമായാലും 3 കൂട്ടർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നത് ഇളം ചൂടുള്ള വെള്ളം രാവിലെ ഒരു 2 ഗ്ലാസ്സെങ്കിലും കുടിക്കുക എന്നുള്ളതാണ്. ഇനി അധികം അസിഡിറ്റി പ്രശ്നങ്ങളൊന്നും ഉള്ളവർ എപ്പോഴും ഇതുപോലുള്ള വെള്ളം മാത്രം കുടിച്ചിട്ട് ഒരു ദിവസം തുടങ്ങുന്നതാണ് നല്ലത്. ഇനി അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത്, ഓരോ പ്രകൃതിയിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ചില കോമൺ ആയിട്ട് നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന കുറച്ച് ഡ്രിങ്കുകളുണ്ട്. അതിനെ ഒന്ന് വിലയിരുത്തിയിട്ട് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നുള്ളത് പറയാം. ചൂടുവെള്ളം ആണെങ്കിൽ രാവിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. ഈ തണുത്ത വെള്ളം ഒരിക്കലും ശുപാർശ ചെയ്യുന്നില്ല. ഇനി രണ്ടാമത്തേത് ജീരക വെള്ളമാണ്. ഒരു 1/2 ടീസ്പൂൺ, ടേബിൾ സ്പൂൺ അല്ല, അത്രയും ജീരകം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഇളം ചൂടോടെ ഉപയോഗിക്കാം. പെരുംജീരകമാണെങ്കിൽ മിതമായിട്ടുള്ള രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ഫെനൽ ഇൻഫ്യൂസ്ഡ് വളരെ ജെൻറ്റിലായിട്ടുള്ള ഒരു ഓപ്ഷനാണ് വാത സ്വഭാവമുള്ളവർക്ക്. ഇനി അതുപോലെ തന്നെ അവർക്ക് മല്ലി വിത്ത് ഉണ്ടല്ലോ, മുഴുവനായിട്ടുള്ള മല്ലി, അതും പെരുംജീരകം കൂടെ ചേർത്തിട്ട് ഒത്തിരി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു കഷായമാക്കാതെ വളരെ ലഘുവായിട്ട് തയ്യാറാക്കാൻ പറ്റും. ഇനി പിത്ത സ്വഭാവമുള്ളവർക്ക് അല്പം മല്ലി വിത്ത് തന്നെ ഇട്ടിട്ട് ഇതുപോലെ വെള്ളം തയ്യാറാക്കി എടുക്കാം, അല്ലെങ്കിൽ പെരുംജീരകം ഇട്ട് തയ്യാറാക്കാം. ഇതും ഒത്തിരി കോൺസെൻട്രേറ്റഡ് ഫോമിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇനി സാധാരണ വെള്ളവും ഇവർക്ക് വളരെ നല്ലതാണ്. പിത്തപ്രകൃതിക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് മെനോപോസൊക്കെ അടുത്തിട്ടുള്ള സ്ത്രീകൾക്കോ, അല്ലെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുള്ള ഗർഭപാത്രം നീക്കം ചെയ്ത ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ബോഡിയിൽ വളരെയധികം ഹീറ്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ആളുകളോ സിവിയർ ആയിട്ടുള്ള പിത്തപ്രകൃതി ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബോഡി ഹീറ്റ് കൂടുക, പെട്ടെന്ന് മുടി നരയ്ക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ആൽമണ്ട് ഗം അല്ലെങ്കിൽ ആൽമണ്ട് പിസിൻ. നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 1-2 ചെറിയ പീസ് എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക, അത് വെറും വയറിൽ രാവിലെ കുടിക്കാനായിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്മൂത്തി തയ്യാറാക്കുന്നതിലൊക്കെ ഇട്ടിട്ട് ഉപയോഗിക്കാം. ശരീരത്തെ നന്നായിട്ട് തണുപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ചിയാ സീഡ് വെള്ളം നിങ്ങൾക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാം. കസ്കസ് ഇട്ടിട്ടുള്ള വെള്ളം, അതും തന്നെ ബോഡിയെ തണുപ്പിക്കുന്നതാണ്. പിത്തപ്രകൃതിക്കാർക്ക് എല്ലാ ഡ്രിങ്കുകളും അത്ര തന്നെ അഭികാമ്യമായിട്ട് വരാറില്ല. ഞാൻ ഈ പറഞ്ഞിട്ട് ഡ്രിങ്കുകൾ അവർക്ക് ഏറെ ഗുണം ചെയ്യും. ഈ കഫപ്രകൃതിയാണെങ്കിൽ അവർക്ക് അജ്വൈൻ അല്ലെങ്കിൽ അയമോദകം ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഏറെ നല്ലതാണ്. വാതദോഷവും കഫദോഷവും ഉള്ള ആളുകൾക്ക് കറുവപ്പട്ട ഇട്ട വെള്ളം നല്ലതാണ്. ഗ്രാമ്പു 1-2 ഗ്രാമ്പു ഇട്ട് തിളപ്പിച്ച വെള്ളമാണെങ്കിൽ കഫപ്രകൃതിക്കാർക്ക് ഗുണം ചെയ്യും. ഇനി വാതദോഷമുള്ളവർക്കും കഫപ്രകൃതിയാണ് ഈ 2 പ്രകൃതിക്കാർക്ക് ഇഞ്ചി ഇട്ട് തിളപ്പിച്ച ഒന്ന് ചതച്ചിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഏറെ ഗുണകരമാണ്. ജീരകം ചേർത്ത് തിളപ്പിക്കുന്നത് വാത, പിത്ത, കഫ ഈ 3 പ്രകൃതിക്കാർക്കും ഏറെ ഗുണകരമാണ്. ഇനി മല്ലി ഉള്ളതാണെങ്കിലോ വാതദോഷമുള്ളവർക്കും കഫദോഷമുള്ളവർക്കും പിത്തദോഷമുള്ളവർക്ക് ഏറെ ബെസ്റ്റാണ്. അതുപോലെ പെരുംജീരകമായാലും തന്നെ വാത പിത്ത ദോഷത്തിൽ വളരെ ബെസ്റ്റാണ്, പക്ഷെ കഫത്തിൽ ഉപയോഗിക്കേണ്ടതില്ല. അതുപോലെ നെല്ലിക്കയുടെ ഉപയോഗമാണെങ്കിൽ നെല്ലിക്ക ജ്യൂസ് പോലെയൊക്കെ ഉപയോഗിക്കുന്നവരാണ് പിത്തപ്രകൃതിക്കാർക്കും കഫപ്രകൃതിക്കാർക്കും ഗുണകരമാണ്. ABC ജ്യൂസ് പിത്തപ്രകൃതിയുള്ളവർക്ക് ഏറെ ഗുണകരമാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ഒരു നെല്ലിക്കയും ഒരു തണ്ട് കറിവേപ്പിലയും ഒരു കുക്കുംബർ അല്ലെങ്കിൽ നമ്മുടെ വെള്ളരി, സാലഡ് വെള്ളരി, ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നതും ബോഡിയെ തണുപ്പിക്കാനൊക്കെ സഹായിക്കുന്നു. ഇവരുടെ ബോഡി ഹീറ്റ് കുറയ്ക്കുന്നതിന് പുറമെ തന്നെ നമ്മുടെ ഹോർമോൺ വേരിയേഷൻസ് നോർമലാക്കാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുതിര പൗഡർ ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വണ്ണം കുറയാനൊക്കെ ഏറെ ഗുണകരമാണെന്നുള്ളത്. ഇത് കഫപ്രകൃതിക്കാർക്കാണേ ഗുണകരമാണ്, പിത്തപ്രകൃതിക്കാർ ഉപയോഗിക്കേണ്ടതില്ല. വാതപ്രകൃതിയും അതുപോലെ തന്നെ. ഇനി അതുപോലെ മുരിങ്ങ പൊടിച്ചു വെച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിൽ, കഫപ്രകൃതിയുള്ളവരാണെങ്കിൽ ഏറെ നല്ലതാണ്. ഇനി പിത്തപ്രകൃതിക്കാർക്ക് കൂടുതൽ ഉപകാരമായിട്ടുള്ള മറ്റൊന്നാണ്
രാമച്ചം ഇട്ട് തിളപ്പിച്ച വെള്ളമോ അല്ലെങ്കിൽ ലിക്വിഡ് റൈസ് അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ആ തണ്ട് ഉപയോഗിച്ചോ തിളപ്പിച്ച വെള്ളം ഉപയോഗിക്കുന്നതും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഡർ കോക്കനട്ട് ഇളനീർ വെള്ളം, കരിക്കിൻ വെള്ളം എന്നൊക്കെ പറയില്ലേ, ഇത് ഉപയോഗിക്കുന്നതും ശരീരത്തെ തണുപ്പിക്കാൻ ഏറെ നല്ലതാണ്. അതുപോലെ പിത്തദോഷമുള്ളവർക്ക് ഇളനീർ വെള്ളമോ അല്ലെങ്കിൽ സാധാ വെള്ളത്തിലോ ആയാലും മലര് അല്പം കുതിർത്ത് വെച്ചിട്ട് ആ വെള്ളം കുടിക്കുന്നതും ബോഡിയെ തണുപ്പിക്കാൻ ഏറെ സഹായിക്കും. അപ്പം ഞാൻ പറഞ്ഞത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. ഒത്തിരി ആളുകൾ ഇതുമൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട്. പ്രത്യേകിച്ചും ഒരു 40-45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ പെരിമോനോപോസൽ സ്റ്റേജ് എന്നുള്ളൊരു സ്റ്റേജ് ഉള്ളത് കൊണ്ടും അവരെല്ലാവരും തന്നെ ഇത്തരം ബോഡി ഹീറ്റ് കൊണ്ടും ശരീരത്തിൽ അമിത ചൂട് കൊണ്ടും ഒക്കെ ബുദ്ധിമുട്ടുന്നവരായിരിക്കും. അവർക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടും. ഒരു വീട്ടിൽ ഒരാൾ എന്നുള്ള രീതിയിലെങ്കിലും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടായിരിക്കും. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.